നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് ഇടപെടുന്ന വ്യക്തികളാവണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരണം. ഇതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നതും ആ വ്യക്തിയും നമ്മളും തമ്മിൽ വളരെയധികം അടുപ്പമുള്ളതും നമ്മളത് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുക. അവർ നമ്മളെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും നമ്മൾ അവരെ സ്നേഹിക്കുന്നതായിട്ടും നമ്മൾ സ്വയം ഒന്ന് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലവേഴ്സ് പരസ്പരം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ കൂടെയുള്ളത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നടക്കുന്ന സമയത്ത് അവരെ കൂടെ ഉണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവരടുത്തിരിപ്പുണ്ട്, നിങ്ങളും അവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുക. വെറുതെ ഇമാജിൻ ചെയ്യുക, ആക്ട് ചെയ്യുക. നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നുള്ള ഫീലോട് കൂടിയിട്ട്, ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് ആ ഒരു സ്പേസ് നിങ്ങൾ ഒഴിവാക്കിയിടുക. ഇങ്ങനെ നിങ്ങൾ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ എന്ത് സാധനമാണെങ്കിലും, എന്തെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ള ഫീല് വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട്ടുള്ള ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ്, നമ്മളെ വേദനിപ്പിക്കുകയാണ്, നിരാശപ്പെടുത്തുകയാണെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? നിങ്ങൾ ആ വ്യക്തികൾ നിങ്ങളോട് വളരെ റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്നതായിട്ട്, നിങ്ങളെ പരിഗണിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയായിരിക്കണമോ അത് നിങ്ങൾ സ്വയം ആവുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അത് കുറച്ച് നാൾ നിങ്ങൾ ചെയ്യണം. ആദ്യമായിട്ട് പോയിട്ട് ഒരാളോട് നിങ്ങൾ ഒരുപാട് അടുപ്പം കാണിക്കുമ്പോൾ അവർ തിരിച്ച് നിങ്ങളോട് അടുത്ത് പോകണമെന്നില്ല. നിങ്ങൾ ആ സ്വഭാവം സ്ഥിരമാക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ പുഞ്ചിരിക്കാൻ പഠിക്കുക. ആവർത്തിച്ച് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും, ശത്രുവായിരുന്നവർ പോലും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ തേടി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന കാണാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി ക്ഷമയോടുകൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം 2 ദിവസം ചെയ്താൽ പോരാ, കണ്ടിന്യൂസ്ലി ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുന്ന ആ ലോകം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരുന്നുള്ളത് ഉറപ്പാണ്. പരീക്ഷിച്ച് നോക്കുക, അതിനുശേഷം വിവരങ്ങൾ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ സക്സസ്സൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക്